ഒരു സിനിമയിൽ അതിന്റെ സെക്കൻഡ് ഹാഫിനും ക്ലൈമാക്സിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണിച്ചു തരുന്നൊരു അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയാണ് ഐ നോബഡി. കാരണം ഒരു ഗംഭീര സിനിമയായി തുടങ്ങി സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന സമയത്ത് വെറും എന്തൊക്കെയോ ആയി പോകുന്ന രീതിയിൽ വെറും ഒരു നോബഡി ആയി പോകുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഐ നോബഡി. കാരണം ഇതിന്റെ ഇപ്പൊ ഫസ്റ്റ് ഹാഫ് ഗംഭീര ഫസ്റ്റ് ഹാഫാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു മീറ്ററിൽ പിടിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. പക്ഷെ പീക്കിൽ തുടങ്ങിയിട്ട് ഡൗൺഫോൾ ആയിരുന്നു പടത്തിനുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് അതിന്റെ സെക്കൻഡ് ഹാഫോ അല്ലെങ്കിൽ ക്ലൈമാക്സോ ഒക്കെ ഗംഭീരമായി ഫസ്റ്റ് ഹാഫ് മോശമാണെങ്കിൽ തന്നെ ആയാലും നമ്മൾ അതങ്ങ് മറക്കും. പിന്നീട് നമുക്ക് കിട്ടുന്നത് ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പടത്തിന് അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. റോഷാക്കിന്റെ ഡയറക്ടറൊക്കെയാണ്. പക്ഷെ റോഷാക്കിന്റെ ലെവൽ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് ഒരു എന്താ പറയാ, നമ്മുടെ ജോൺ വിക്ക് ഒക്കെ ഇല്ലേ, ജോൺ വിക്കിനകത്ത് വെച്ചാൽ ജോൺ വിക്ക് ലെവലൊന്നും പറയല്ല, ജോൺ വിക്കിൽ ഒരു ബൗണ്ടിക്ക് വേണ്ടിയിട്ട് കുറെ ബൗണ്ടി ഹണ്ടേഴ്സ് അവന്റെ പുറകെ പോകുന്നത് പോലെ ഇത് തന്നെ പറയുന്നുണ്ട് ഹീസ് എ മൂവിങ് ട്രഷർ എന്ന്. അപ്പോൾ ഒരു സമൂഹത്തെ തന്നെ നേരിടുകയാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള രാജീവ് എന്ന് പറയുന്നത്, രാജുവേട്ടന്റെ കഥാപാത്രം. ഒരുപാട് ക്യാരക്ടേഴ്സ് കറങ്ങി വരുന്നുണ്ട്. പക്ഷേ അവസാനമൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, മറ്റേ നന്ദു എന്ന് പറയുന്ന ആള്, പിന്നെ വിജയരാഘവൻ വരുന്നുണ്ട് സി എം ആയിട്ട്, പിന്നെ ഒരുപാട് പോലീസ് ഓഫീസർ, പിന്നെ ഹക്കീം ഷാ ഉണ്ട്. ഹക്കീം ഷാ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നിശാന്ത് സാഗർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പാർവതിയൊക്കെ സ്ഥിരം രീതിയിലുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. മാത്രമല്ല എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഡിയൻസും ഭയങ്കര മോശമായിരുന്നു. അതുകൊണ്ട് ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരുപാട് ഫൈറ്റ് സീൻസ് ഉണ്ട്. ഒരു കോമൺ മാൻ എന്ന നിലയിൽ ഒരാൾക്ക് ഇത്രയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അയാളൊരു എക്സ് സർവീസ് മാനോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് കാണിച്ചാൽ പിന്നെ ബെറ്റർ ആയിരുന്നു. കാരണം പടം തുടങ്ങുന്നതോടെ തൊട്ടൊക്കെ ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരു വെറും നോബഡി, ഒരു കോമൺ മാൻ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്യും ഇത്രയും പേരൊക്കെ ആയിട്ട്. കാണാത്തവർ പോയി കാണുക. ജസ്റ്റ് ഒരു വാച്ചബിളാണ്.